ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു 5 മിനിറ്റിലൊക്കെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ബട്ടർ ബണ്ണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വലിയൊരു റെസിപ്പി ആയിട്ടൊന്നും പറയാനില്ല, പക്ഷേ ഇതുവരെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ. നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു ബണ്ണെടുക്കുക. അതുപോലെ കത്തി കൊണ്ട് നടുഭാഗം ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് 2 പീസാക്കി എടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ വേണം, അതുപോലെ തന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ പഞ്ചസാര ഏതായാലും മതി, കുഴപ്പമില്ല. ആദ്യം 1 ടീസ്പൂൺ ബട്ടർ എടുത്തിട്ട് ആ ഒരു ബണ്ണിൻ്റെ 2 സൈഡിലും നമുക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ ബട്ടർ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കണം, റൂം ടെമ്പറേച്ചറിൽ. അതായത് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുക്കാതെ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് ഒന്നങ്ങ് തണുപ്പ് മാറിയ ബട്ടർ ആണെങ്കിൽ നന്നായിട്ട് ഇങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ 2 സൈഡിലും ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ട് ഇതിൻ്റെ 2 സൈഡിലും ആക്കി കൊടുക്കുക. അപ്പം ഈ ഒരു മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഇതങ്ങ് അടച്ചു വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത് ഇത്ര തന്നെയുള്ളൂ. അടുത്തത് ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ബട്ടർ ബണ്ണ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ബട്ടർ കൂടുതൽ വേണം കേട്ടോ. ഇനിയിപ്പോൾ ബട്ടർ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും വേണമെങ്കിൽ ഒരു ഇത്തിരി ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മുരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതിന് മേൽഭാഗത്തും കുറച്ച് ബട്ടർ ആക്കിയിട്ടൊക്കെയാണ് ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് തന്നെ കുറച്ച് പഞ്ചസാര ആ ഒരു ബട്ടറിൻ്റെ മേലെ കൂടി തന്നെ അങ്ങനെ ബണ്ണിൻ്റെ മേലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. അതും അതുപോലെ നല്ലോണം അങ്ങ് മുരിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഒരു പഞ്ചസാര ചെറുതായിട്ടങ്ങ് കാരമലായിട്ടുള്ള ആ ഒരു രുചി കൂടെ കിട്ടും. ഒരു 1-2 മിനിറ്റൊക്കെ ചെറിയ തീയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഇതുപോലെ നല്ല കളറൊക്കെ ആക്കി നന്നായിട്ട് മുരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ വേണം കേട്ടോ. ഒരു 1/3 കപ്പ്, 1/2 കപ്പ് ഫുള്ള് വേണമെന്നില്ല, ഒരു 1/4 കപ്പും കുറച്ചുകൂടെ ഒക്കെ പാൽ മതിയാകും. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാലിലേക്ക് ഒരു ഇത്തിരി മധുരത്തിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു പാലങ്ങ് വറ്റിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും കേട്ടോ. ആ ഒരു ബണ്ണിലേക്ക് പെട്ടെന്ന് അങ്ങ് കുടിച്ചെടുക്കുക. അത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വറ്റി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഒരു ഇത്തിരി കൂടെ ബട്ടർ അങ്ങ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ പരിപാടി. നമ്മുടെ ബട്ടർ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടെ വേണമെങ്കിലും കഴിക്കാം, ചെറുതായിട്ട് ചൂടാറിയതിന് വേണമെങ്കിൽ ശേഷം നല്ല തണുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കഴിക്കാൻ ടേസ്റ്റൊക്കെ ഉണ്ട്. ശരിക്കും ഇതെന്ന് പറയുമ്പം ഒരു സിമ്പിൾ റെസിപ്പി തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും നല്ലൊരു ഫുഡൊക്കെ ആയിട്ട് നല്ലൊരു സ്വീറ്റ് കഴിക്കണം, പെട്ടെന്ന് കാര്യമായിട്ടൊന്നും ഇല്ല, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവം അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ച് കഴിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിയിട്ട് നല്ലൊരു സ്വീറ്റൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ, വീട്ടിലുള്ള ഈ ഒരു ചേരുവകളൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മൾ സ്വന്തം റെസിപ്പി ഒന്നുമല്ല, റീൽസിലൊക്കെ ഇങ്ങനെ കാണുന്ന ആ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. പക്ഷേ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ.